ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് മത്തി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. ഞാൻ എടുത്തിരിക്കുന്നത് പഴുത്ത മുളകാണ്. അത് 2 മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ സവാള കുറച്ച് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന മുളക് നല്ല എരിവുള്ള മുളകാണെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് കുറച്ച് മതിയാവും. പിന്നെ കശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ മൂപ്പിച്ചൊഴിക്കാനായിട്ട് കുറച്ച് സവാള വേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് മീൻ ഉണ്ടാക്കാനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ മിക്സ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരല്പം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ അല്പം കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തു. അടുത്തതായിട്ട് ഒരല്പം മല്ലിപ്പൊടി നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയുടെ മിശ്രിതം, വിനാഗിരിയും കൂടെ ഒഴിച്ച് മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂപ്പിക്കാനുള്ള ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മുളകിട്ട മത്തിക്കറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.